പുലർച്ചെ 2 മണിയോടെയാണ് ഫോൺ കോൾ എടുക്കുന്നതിനിടെ കാലിൽ എന്തോ ചുറ്റിയത് പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പാമ്പ് കടിച്ചുവെന്ന് മനസ്സിലാകുന്നത്. യുവാവിനെ ഉടൻ തന്നെ താമരശ്ശേരി ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. രാത്രി ശരീരത്തിൽ പാമ്പ് കടിയേറ്റതുപോലുള്ള പാടുകൾ കണ്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് കണ്ണിപ്പൊയിൽ സ്വദേശി അഞ്ജലി വീടിന്റെ ടോയ്ലറ്റിൽ പാമ്പിനെ കണ്ടത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്. ഉടൻ തന്നെ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇരുവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതേസമയം കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ 5 പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട്. രമേശിന്റെ വീട്ടിൽ നിന്നാണ് വെള്ളിക്കെട്ടൻ ഇനത്തിലുള്ള പാമ്പുകളെ പിടികൂടിയത്. കുട്ടികൾ കിടന്നുറങ്ങിയ കിടക്കയിൽ വിഷപ്പാമ്പിനെ കണ്ടിരുന്നു. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മറ്റു മുറികളിലും പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കെട്ടൻ പാമ്പിനെ അവിടെ നിന്ന് പിടിച്ചു. വീണ്ടും വീടൊക്കെ നന്നാക്കി ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. രാത്രി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോകേണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിനെ കിട്ടി. അതിനുശേഷം റൂമെല്ലാം ഒന്ന് അരിച്ചു പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും ഒന്നിനെ കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്.